ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അപ്പുവും അതുപോലെ പങ്കജും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പൂജ അങ്ങ് ഇറങ്ങി വന്നു. അപ്പുവേട്ടൻ എന്താ ഇവിടെയെന്ന് ചോദിച്ച്. അപ്പോൾ നീ എന്തൊരു ദുഷ്ടനാടാ, നീ അല്ലേടാ എന്നോട് ഇവിടെ ഇല്ലെന്ന് പറഞ്ഞതെന്ന് ചോദിച്ചപ്പോൾ നീയല്ലേ എന്നോട് ചോദിച്ചത്, അതുകൊണ്ട് ഞാൻ അങ്ങനെയൊക്കെ പറയുമെന്ന് പങ്കജ്. അപ്പോൾ ഇങ്ങനെ നോക്കി നിൽക്കുന്ന നമ്മുടെ പൂജ, എന്താ സംഭവം എന്ന്. അന്നേരം പൂജ, എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു അപ്പു. അതൊക്കെ പിന്നെ മതിയെന്ന് പങ്കജ് പറഞ്ഞു. നീ തൽക്കാലം പോകാൻ നോക്കാനും പറഞ്ഞു. ഇങ്ങനെ നോക്കി നിൽക്കുവോ പൂജ. ആ സമയം പൂജ, നീ ഇവനോട് സംസാരിക്കാനൊന്നും നിൽക്കേണ്ട, അകത്ത് കയറി പോകാൻ നോക്കാൻ പറഞ്ഞു പങ്കജ്. അങ്ങനെ പങ്കജ് പറഞ്ഞപ്പോൾ അപ്പോട്ടിന് എന്താ എന്നോട് സംസാരിക്കാനുള്ളത്, എന്താണെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് പറഞ്ഞോളാൻ പറഞ്ഞു. അത് പിന്നെ നിന്നോട് മാത്രമായിട്ടാണ് എനിക്ക് സംസാരിക്കാനുള്ളതെന്ന് അപ്പു പറയുക. അപ്പോൾ പങ്കജ് കയറുന്ന ടെൻഷൻ അടിക്കുക കേട്ടോ. നമുക്ക് പുറത്തു പോകാം, താൻ വന്ന് വണ്ടി കയറാൻ പറഞ്ഞു. അതിന് നമ്മളെന്താ ഇപ്പോൾ പുറത്തു പോകുന്നു എന്ന് ചോദിച്ചു. ഇവിടെ മാറി നിന്ന് സംസാരിച്ചാൽ പോരെ എന്നും പൂജ ചോദിക്കുക. അതൊക്കെ പങ്കജിന് ഭയങ്കര സന്തോഷമായി അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടപ്പം. ശരി, അങ്ങനെയെങ്കിൽ അങ്ങനെ, അത് മതി, താൻ എൻ്റെ കൂടെ ഒന്ന് വരാൻ പറഞ്ഞു. പങ്കജ്, ഒരു 10 മിനിറ്റ് ഞാനിപ്പോൾ വരാമെന്നും പറഞ്ഞു പൂജ അപ്പുവിൻ്റെ കൂടെ അങ്ങ് മാറി നിൽക്കുക. പങ്കജിൻ്റെ ഉള്ളിൽ കിടന്ന് തീയാട്ടോ. അങ്ങനെ അവിടെ ആ ഒരു കാര്യം നടന്നു. ഈ സമയം പിന്നെ കാണിക്കുന്നത് നമ്മുടെ അനിരുദ്ധ ജയിലിൽ നിന്ന് ഉടനെ തന്നെ പുറത്തിറങ്ങാൻ കഴിയുമെന്നാണ് തോന്നുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ ഫോണിലൂടെ പറയുക. പിന്നെ ചില പേപ്പറുകളൊക്കെ ശരിയാക്കി എടുക്കേണ്ടതുണ്ട്, ശിക്ഷ ഇളവ് കിട്ടുമെന്ന പ്രതീക്ഷ എന്നൊക്കെ. അപ്പൊ സിദ്ധു അതിലെ വന്നു. പിന്നെ ഭാഗ്യം പോലെ ഇരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ സംസാരിച്ച് അനിരുദ്ധ തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് സിദ്ധുവിനെ. അപ്പോൾ സാർ, ഞാൻ പിന്നീട് അങ്ങോട്ടേക്ക് വിളിക്കാമെന്നും പറഞ്ഞു ഫോൺ അങ്ങ് കട്ട് ചെയ്തു. അപ്പോൾ സിദ്ധുവിന് മൊത്തത്തിലൊരു സംശയം. അച്ഛൻ എപ്പോഴാണ് വന്നതെന്ന് ചോദിച്ചു. ഇപ്പോൾ വന്നതേ ഉള്ളൂ. എന്താ? ഒന്നുമില്ല അച്ഛാന്ന് പറഞ്ഞു. അല്ല, നീ എന്താ ഇവിടെ നിന്നിങ്ങനെ പരിഭ്രമിക്കുന്നത്, എന്താ കാര്യം? അയ്യോ, എനിക്ക് പരിഭ്രമമൊന്നുമില്ല അച്ഛാ. ആരാ അനിരുദ്ധ ജയിലിലുള്ളത്? കുറേ ആൾക്കാരുണ്ടല്ലോ. അതൊന്നും അല്ല ഞാൻ ചോദിച്ചത്. നീ ഇപ്പോൾ ഫോണിൽ സംസാരിച്ചില്ലേ ആരുടെയോ ശിക്ഷ ഇളവിനെ പറ്റി, അത് ആരുടെ കാര്യമാണെന്നാ ചോദിച്ചത്. ആരുടെ കാര്യമാണ് നീ പറഞ്ഞത്? അത് പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടിന്റെ കാര്യമാണ്, അവനാ ജയിലിലുള്ളത്. ഓ, അതാണോ? അപ്പോൾ ഫ്രണ്ടാ ഇപ്പം നിന്നെ വിളിച്ചതല്ലേന്ന് ചോദിച്ചപ്പം അതേന്ന് പറഞ്ഞു. സിദ്ധു ചോദിച്ചതിന് വല്ലാത്തൊരിതിൽ നിൽക്കും. അപ്പോൾ ഫ്രണ്ടിനെ സാറെന്ന് വിളിക്കുമോ എന്ന് ചോദിച്ചു സിദ്ധു. അതെന്താ ഞാൻ വിളിച്ചാൽ അവൻ വലിയൊരു പൊസിഷനിലുള്ളവനാണെന്ന് പറഞ്ഞപ്പം, എടാ മോനെ, കള്ളം പറയുമ്പോൾ മുന്നും പിന്നും ആലോചിച്ച് വേണം പറയാനായിട്ട്, കേട്ടല്ലോ. പിന്നെ നിന്റെ ഏറ്റവും അടുത്ത ആരോ ജയിലിലുണ്ട് എന്നുള്ളൊരു മട്ടുമാതിരിയിലാണ് നീ ഇവിടെ നിന്ന് സംസാരിച്ചത്. എനിക്കത് മനസ്സിലായി. എന്തോ ഒരു കള്ളത്തരമുണ്ട്. എന്നിൽ നിന്ന് എന്തൊക്കെയോ നീ മറച്ചു വെക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അത് ഉറപ്പായ കാര്യമാണ്. അതൊക്കെ വിട്ടേക്കാം. പിന്നെ നിന്റെ അമ്മ എവിടെ? കാണുന്നേയില്ലല്ലോ. അമ്മ അകത്തുണ്ട്. എന്താ വെച്ചാന്ന് ചോദിച്ചപ്പം ഒന്നുമില്ല എന്ന് പറഞ്ഞു. എനിക്ക് അവളോട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അപ്പം എന്താ സംസാരിക്കാനുള്ളതെന്നൊക്കെ എനിക്ക് അറിയാമെന്ന് പറഞ്ഞപ്പം, അതങ്ങനെ നിനക്കറിയാം? ഞാനതിനാരോടും അത് പറഞ്ഞില്ലല്ലോ. അച്ഛാ, ഒരു പഴഞ്ചൊല്ലുണ്ട്, അത് അല്പം വൃത്തികേടായതിനാലേ അച്ഛനോട് പറയാൻ പറ്റത്തില്ല. അനിരുദ്ധ, എന്തായാലും അച്ഛൻ കാര്യം പറയേ, ഓൾ ദ ബെസ്റ്റ് എന്നും പറഞ്ഞു ഫോണും അങ്ങ് അച്ഛനോട് പറഞ്ഞിട്ട് ഫോണും കട്ട് ചെയ്ത് അവിടെ നിന്ന് അങ്ങ് പോയി നമ്മുടെ അനിരുദ്ധ. ഇവനാള് കൊള്ളാലോ എന്നും പറഞ്ഞ് എന്നിട്ട് സിദ്ധു ഇങ്ങനെ അവിടെ നിൽക്കുക. അങ്ങനെ ആ ഒരു സംസാരവും കാര്യങ്ങളും അവിടെ നടക്കുന്നു. ഈ സമയം പിന്നെ കാണിക്കുന്നത് പൂജയോട് അപ്പു തന്റെ ഇഷ്ടം തുറന്നു പറയാം. നീ എൻ്റെ എല്ലാമാണ്, എൻ്റെ മനസ്സിൽ നീ മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യങ്ങളൊക്കെ. നീ എൻ്റെ മനസ്സ് മനസ്സിലാക്കുമെന്നാണ് ഞാൻ കരുതിയതെന്നൊക്കെ പറഞ്ഞു. പക്ഷേ അതുണ്ടായില്ല. എൻ്റെ മനസ്സ് തുറക്കാനായി എത്രയോ തവണ ഞാൻ നിന്റെ മുന്നിൽ വന്നിരുന്നു എന്ന് നിനക്കറിയാമോ എന്ന് ചോദിച്ചു. അന്നൊന്നും എനിക്ക് നിന്നോട് സംസാരിക്കാനായിട്ട് കഴിഞ്ഞില്ല. അപ്പൊ എന്തുകൊണ്ട് കഴിഞ്ഞില്ല എന്ന് ചോദിക്കുവാണ് പൂജ. ആ ചോദ്യത്തിന് കുറെ ഉത്തരങ്ങളുണ്ട് പൂജ, കുറെ ഉത്തരങ്ങൾ. എൻ്റെ സംശയം, ഭയം, പിന്നെ മറ്റുള്ളവരുടെ സാമീപ്യം എല്ലാം അതിന് കാരണങ്ങളാണെന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു. എനിക്ക് പറയാൻ പറ്റിയില്ല. ഞാനെല്ലാം തുറന്നു പറഞ്ഞാൽ നിനക്കത് ഇഷ്ടമായില്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ സൗഹൃദം നഷ്ടമായി പോകുമോ എന്നുള്ളൊരു പേടി എനിക്കുണ്ടായിരുന്നു എന്ന് പറഞ്ഞു പൂജയോട്. പിന്നെ ഇപ്പോൾ അത് പറയാൻ വൈകിപ്പോയതിൻ്റെ കാരണം അതാണെന്ന് പറഞ്ഞപ്പോൾ ഇപ്പം പേടിയില്ലേ അപ്പുവേട്ടന്? എൻ്റെ സൗഹൃദം നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള പേടിയൊന്നും ഇല്ലേന്ന് ചോദിച്ചു. എനിക്കിനി പിടിച്ചു നിൽക്കാൻ കഴിയില്ല പൂജ എന്ന് അപ്പു അന്നേരം പറഞ്ഞു. അച്ഛൻ കാരണം ഉണ്ടായ ഈ ഒരു അകൽച്ച എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല, എനിക്ക് സഹിക്കാൻ പറ്റുന്നതിനേക്കാളും അപ്പുറമാണെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കുള്ള ആ ഒരു ഇഷ്ടം നിനക്കും എന്നോട് ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു, പക്ഷെ അത് ഉണ്ടായില്ല. എൻ്റേതല്ലാത്ത കാരണത്താൽ നിന്നെ എനിക്ക് നഷ്ടപ്പെട്ടു പോകുമെന്ന് എനിക്ക് തോന്നിയെന്നൊക്കെ പറഞ്ഞു. ഇനിയും വൈകിയാൽ നീ അകന്നകന്ന് പോകുമെന്ന് കരുതിയത് കൊണ്ടാ, അതാ ഞാൻ ഇപ്പോൾ തന്നെ പറയാമെന്നും വെച്ചത്, നിന്നെ കാണാൻ വന്നത് എന്നൊക്കെ പറഞ്ഞു. എന്താ നീ എന്നോട് ഇത്രയും കേട്ടിട്ടും ഒന്നും പറയാത്തത്? പൂജ അന്നേരം ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. നിനക്കെന്നെ ഇഷ്ടമല്ലേ പൂജ എന്നിങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും പൂജയുടെ കണ്ണൊക്കെ അങ്ങ് നിറഞ്ഞ് അപ്പൂവിനെ ഇങ്ങനെ നോക്കുക. നൽകിയ
അപ്പോൾ നൽകിയ സമ്മാനത്തെക്കാൾ നൽകാത്ത സമ്മാനങ്ങൾ സൂക്ഷിച്ചു വെച്ചവനാണ് അപ്പു എന്ന് പറഞ്ഞു. നിന്നോടുള്ള പ്രണയം, അത് തുറന്നെഴുതിയ സമ്മാനങ്ങളൊക്കെ ഭയം കാരണമാണ് ഞാൻ തരാതിരുന്നതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞ് ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കുക. എന്നെ ഇഷ്ടപ്പെടുന്നത് കൊണ്ട് ഒരിക്കലും നീ എന്നിൽ നിന്ന് അകന്നു പോകരുതെന്നൊക്കെ ഞാൻ ആഗ്രഹിച്ചു. പൂജ, നീ എന്താ എന്നോടൊന്നും പറയാത്തെ എന്നൊക്കെ ചോദിച്ചപ്പോഴും അപ്പുവിൻ്റെ മുഖം വല്ലാതെയായി, പൂജയുടെ മുഖം വല്ലാതെയായി. ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും നിന്റെ കണ്ണുകളിൽ സന്തോഷമൊന്നും ഞാൻ കാണുന്നേ ഇല്ലല്ലോ എന്നും പറഞ്ഞു. അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴും പൂജ ഒന്നും മിണ്ടുന്നില്ല. ഈ കണ്ണുകളിൽ ഞാൻ ഒരു തിളക്കവും കാണുന്നുമില്ല. അപ്പൊ നിനക്ക് എന്നെ ഇഷ്ടമല്ലല്ലേ? എന്തു പറ്റി പൂജ? നിനക്ക് എന്താ സംഭവിച്ചത്? നിനക്ക് എന്നോട് വെറുപ്പാണോ എന്നൊക്കെ അപ്പു ചോദിച്ചു. എന്നോട് നിനക്ക് വെറുപ്പ് മാത്രമേ ഉള്ളൂ, ഇഷ്ടമില്ലെന്ന് ചോദിച്ചു. അപ്പൊ ഞാനും അപ്പുവേട്ടനെ ഇഷ്ടപ്പെട്ടിരുന്നുവെന്നും എൻ്റെ ഉള്ളിലെ പ്രണയം പറയാനായിട്ട് ഞാൻ നിരവധി തവണ അപ്പുവേട്ടൻ്റെ മുന്നിൽ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ അതൊന്നും ഞാനും അപ്പുവേട്ടനോട് പറഞ്ഞിരുന്നില്ല. തന്ന സമ്മാനങ്ങളെക്കാൾ തരാത്ത സമ്മാനങ്ങൾ ഒരുപാട് ഞാനും കാത്തു വെച്ചിട്ടുണ്ട് എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞപ്പോൾ, അപ്പോൾ നീയും എന്നെ പ്രണയിക്കുന്നുണ്ടല്ലേ എന്ന് അപ്പു പൂജയോട് ചോദിക്കാം. നിന്റെ മനസ്സിലും ഞാൻ ഉണ്ടല്ലേ എന്നൊക്കെ ചോദിച്ചു. എന്നിട്ട് ഭയങ്കര സന്തോഷത്തോടെ ഇത് കേൾക്കാനാ ഞാൻ കാത്തിരുന്നതെന്നും പറഞ്ഞ് സന്തോഷമായെന്നൊക്കെ പറഞ്ഞാൽ കൈ ഇങ്ങനെ ചേർത്ത് പിടിക്കുക. പക്ഷെ അപ്പു പിടിച്ച കൈ നമ്മുടെ പൂജ പിടിച്ചു. അപ്പോൾ ഇങ്ങനെ നോക്കുക. അപ്പൊ ഞാൻ അപ്പുവിനെ സ്നേഹിച്ചിരുന്നു, ഒന്നിച്ച് ജീവിക്കാൻ ഒരുപാട് ആഗ്രഹിക്കുകയും ചെയ്തിരുന്നു, സ്വപ്നം കണ്ടിരുന്നു. പക്ഷെ ഇപ്പൊ അതില്ല എന്ന് പറഞ്ഞു. ഇപ്പൊ അതെല്ലാം വെറുത്തു പോയെന്നും. അപ്പൊ പൂജ, എന്നെ വെറുക്കാൻ എന്താ കാരണം? ഞാൻ നിന്നെ ചതിച്ചോ? അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റ് ഞാൻ നിന്നോട് ചെയ്തോ? ഇല്ലല്ലോ. പിന്നെ എന്തിനാ നീ എന്നോട് ഇങ്ങനെ? പിന്നെ നീ എന്താ കാരണം പറയാനിരിക്കുന്നത്? എന്താ പൂജ എങ്ങനെയൊക്കെ എന്നൊക്കെ ചോദിക്കുമ്പോൾ, നിങ്ങളുടെ അച്ഛൻ കാണിച്ചത് തെറ്റല്ലേ? നിങ്ങളുടെ അച്ഛൻ ചെയ്ത തെറ്റിന്റെ ആ നടുവിൽ നിൽക്കുമ്പോൾ എനിക്ക് ഒരിക്കലും അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല. ഇനി ഇതിന്റെ ഒരു കണക്കെടുപ്പ് വേണ്ട. എൻ്റെ മനസ്സെന്നോട് പറയുന്നു, അപ്പുവേട്ടനായിട്ടുള്ള പ്രണയവും സൗഹൃദവും ഒക്കെ ഞാനങ്ങ് മറക്കാൻ എൻ്റെ മനസ്സെന്നോട് പറഞ്ഞു എന്നൊക്കെ പറയണു. ഇത് കേട്ട് അപ്പു തകർന്നു നിൽക്കുവാണ്. പൂജ പറയാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി അപ്പുവേട്ടൻ എന്നെ കാണാൻ വരരുത്, എല്ലാം മറന്നേക്കാനും പറഞ്ഞു. പൂജ എന്നും പറഞ്ഞ് വിളിച്ചപ്പോഴും ഇനിയിപ്പം നമ്മൾ തമ്മിൽ ഒരു ബന്ധം ഉണ്ടാകില്ല, എന്നേക്കാൾ നല്ലൊരു പെണ്ണിനെ അപ്പുവേട്ടന് കിട്ടുമെന്നൊക്കെയുള്ള കാര്യവും പൂജ പറയാം. നമ്മൾ തമ്മിൽ ശരിയാവില്ല അപ്പുവേട്ടാന്ന് പറഞ്ഞു. ഇനി എന്നെ കാണണമെന്ന് ഒരിക്കലും ഞാൻ പറയില്ല, അപ്പുവേട്ടൻ ചെല്ല എന്നും പറഞ്ഞ് പൂജ അകത്തേക്ക് കയറിപ്പോയി. അപ്പോൾ മനസ്സ് വേദനിച്ച് അവിടെ അങ്ങനെ നിൽക്കുന്നു. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് സിദ്ധു ഇങ്ങനെ അവിടെ നിൽക്കുമ്പോൾ നമ്മുടെ സുമിത്ര അവിടേക്ക് വന്നു കേട്ടോ. എനിക്ക് സിദ്ധാർത്ഥനോട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ എനിക്കും സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു. എന്നാൽ സിദ്ധാർത്ഥ ആദ്യം സംസാരിക്കാൻ പറഞ്ഞു സുമിത്ര. വർഷങ്ങൾക്ക് ശേഷം ഞാൻ എന്തിനാ നാട്ടിൽ വന്നത് എന്ന് സുമിത്രയ്ക്ക് അറിയാവുന്നതാണല്ലോ അല്ലേ എന്ന് ചോദിച്ചു. അപ്പൊ അറിയാമെന്ന് പറഞ്ഞു. കൈവിട്ട് പോയ ശ്രീനിലയം അത് തിരിച്ചു പിടിക്കണം അല്ലെ? അവിടെ അമ്മയ്ക്കും എനിക്കും മക്കൾക്കും മരുമക്കൾക്കും ഒപ്പം കഴിയണം, അതിനു വേണ്ടിയിട്ടല്ലേ എന്ന് ചോദിച്ചപ്പോൾ സുമിത്ര പറഞ്ഞത് കേട്ട് ഇങ്ങനെ അന്തിച്ച് നിൽക്കുക പുള്ളിക്കാരൻ. നഷ്ടപ്പെട്ടു പോയ കുടുംബജീവിതം അത് ആസ്വദിക്കണം, അതിനല്ലേ നിങ്ങൾ വന്നത്? ഇതിന് തന്നെയല്ലേ വന്നതെന്ന് ചോദിച്ചപ്പോൾ അതെ, സത്യമാണ് താൻ പറഞ്ഞത്. അതിൽ ഏറ്റവും പ്രധാനം എൻ്റെ കൂടെ ജീവിക്കുക എന്നുള്ളതാണ് അല്ലേ? അതെ അതെ സുമിത്രേ, നീ പറഞ്ഞതൊക്കെ സത്യം തന്നെയാ. അതിന് ഞാൻ മാത്രം തീരുമാനം എടുത്താൽ പോരല്ലോ, നീയും കൂടി തീരുമാനിക്കണ്ടേ? സുമിത്രയുടെ തീരുമാനമല്ലേ ആവശ്യം, അതിന് തൻ്റെ സമ്മതം വേണമല്ലോ. അപ്പോൾ വേണമെന്ന് പറഞ്ഞു സുമിത്ര. അതൊക്കെ കേട്ട് സിദ്ധു ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. അല്ല സുമിത്ര അതിനെപ്പറ്റി എന്താ പറയുന്നേ? നമുക്ക് ഒരുമിച്ച് ജീവിച്ചൂടെ എന്ന് സിദ്ധു ചോദിച്ചപ്പോൾ സുമിത്ര ഇങ്ങനെ നിൽക്കുക കേട്ടോ കലിപ്പില്. സുമിത്രയെ വളച്ചുകെട്ടൊന്നുമില്ലാതെ ഞാൻ തന്നോട് ചോദിക്കുക, ഇനിയുള്ള കാലം നമുക്ക് ഒരുമിച്ചൂടെ എന്ന് സിദ്ധു ചോദിച്ചപ്പോൾ അത് നടക്കില്ല സിദ്ധാർത്ഥ എന്ന് സുമിത്ര മുഖത്ത് നോക്കി പറഞ്ഞു. ചിരിച്ച മുഖം അതുപോലെ തന്നെ വാടി. അപ്പോൾ സുമിത്ര അങ്ങനെ ഒറ്റ വാക്കില ഉത്തരം അങ്ങ് കൊടുത്തു, നടക്കില്ല എന്നുള്ളത്. അപ്പൊ ഇനിയും സുമിത്രയുടെ ഭർത്താവ് വേഷം കെട്ടി ആടാന്ന് വിചാരിച്ചതാ, ചീറ്റിപ്പോയി, സിദ്ധു ചമ്മിപ്പോയി. അങ്ങനെ സിദ്ധു ഇങ്ങനെ വിളറി വെളുത്ത് ആകെ ഒരു വല്ലാത്തൊരിതിൽ ഇങ്ങനെ നിൽക്കുക കേട്ടോ. സുമിത്രയാണെങ്കിൽ ഇയാളെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ട് കുറെ നേരം നിന്നു. അപ്പോൾ എന്നും എൻ്റെ ആ ഒരു ഇത് സഹായം അല്ലെങ്കിൽ ആ ഒരു ഇതൊക്കെ സിദ്ധുവിനുണ്ടാകും, പക്ഷേ ഒരിക്കലും നമ്മൾ തമ്മിൽ ഒരുമിച്ച് ജീവിക്കില്ല, അതൊരിക്കലും ശരിയാകില്ല എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞ് ഇവർ തമ്മിൽ അങ്ങനെ പറയാം. അപ്പോൾ സുമിത്ര പഴയതൊന്നും മറക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ അതൊന്നും മനസ്സിൽ വെച്ച് എന്നോട് പെരുമാറുക ചെയ്യരുതെന്നൊക്കെ സിദ്ധു ഇങ്ങനെ പറയാം. അതൊക്കെ കേട്ട് സുമിത്ര ഭയങ്കര ദേഷ്യത്തിൽ ഇങ്ങനെ നിൽക്കുക കേട്ടോ. ഇതൊന്നും നടക്കുന്ന കാര്യമല്ല എന്നും പറഞ്ഞു. ഞാൻ എത്രയോ മുൻപ് തന്നെ സിദ്ധാർത്ഥനോട് ക്ഷമിച്ചിരിക്കുന്നതാണ്, പക്ഷേ അത് മറ്റൊരർത്ഥത്തിലല്ല. ഇത് മാത്രം നടക്കില്ല സിദ്ധാർത്ഥ്, അതിന് സിദ്ധാർത്ഥ സ്വപ്നം കാണണ്ടെന്ന് സുമിത്ര പറഞ്ഞു. ഒന്നിച്ചുള്ള ഒരു ജീവിതം ഇനി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകില്ല എന്ന് പറഞ്ഞു.
അയ്യോ അതെന്താ സുമിത്ര, അതിന് കാരണം ചോദിച്ചു. ഇനി ഇനി അതിലേക്കൊക്കെ കടക്കണോ സിദ്ധാർത്ഥ് എന്ന് സുമിത്ര ചോദിച്ചപ്പം അല്ല പൂജയാണോ കാരണം എന്ന് ചോദിച്ചു. സുമിത്ര ഇങ്ങനെ തുറച്ചു നോക്കുവാണ് സിദ്ധുവിന്. ആ വിഷയം നമുക്ക് വിടാം സിദ്ധാർത്ഥ്, അത് സംസാരിക്കണ്ട. ഞാൻ അതെന്റെ തീരുമാനം എടുത്തു കഴിഞ്ഞു, അത് പറഞ്ഞും കഴിഞ്ഞല്ലോ. പിന്നെ എന്തിനാണ് വീണ്ടും വീണ്ടും കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കുന്നത്? അതിന്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സിദ്ധാർത്ഥ് വരുന്നത് വരെ വളരെ സമാധാനത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ വീട്ടിൽ കഴിഞ്ഞിരുന്നത്. സിദ്ധാർത്ഥ് വന്നതോടെ എല്ലാം നശിച്ചു. സിദ്ധാർത്ഥ് വന്നതോടുകൂടി നിങ്ങളുടെ അമ്മയ്ക്കും അഹങ്കാരം കൂടി. സിദ്ധാർത്ഥിന്റെ ഈ ഒരു സാമീപ്യം അമ്മയെ വല്ലാണ്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതിനൊക്കെ സിദ്ധാർത്ഥ് വരാനും ഞങ്ങളുടെ വീട്ടിലെ സമാധാനം കളഞ്ഞതും ഒക്കെ നിങ്ങളും നിങ്ങളുടെ അമ്മയും കൂടെ ചേർന്നാണ്. ഞങ്ങൾക്ക് ഇങ്ങനെ ഇവിടെ ജീവിക്കാൻ പറ്റില്ല. അപ്പൊ ഞാനിവിടെ നിന്ന് ഇറങ്ങിയാലേ പൂജ വരുവോളൂ എന്ന് പറഞ്ഞോ? എന്തായാലും ഒരു കാര്യം എനിക്ക് മനസ്സിലായി, അമ്മയല്ല നിന്റെ പ്രശ്നം, പൂജയാണ്. പൂജയെ മറന്നുകൊണ്ട് നീ ജീവിക്കില്ല എന്ന് പറഞ്ഞപ്പം സിദ്ധാർത്ഥ് ഇപ്പൊ ഒന്നും ആലോചിക്കണ്ട, എനിക്ക് ഒന്നും കേൾക്കണ്ട എന്ന് പറഞ്ഞു. അയ്യോ എനിക്കതിൽ തന്നോട് ദേഷ്യമൊന്നുമില്ല എന്ന് സിദ്ധു പറയുവാണേ. എൻ്റെ ഒരു ദുരാഗ്രഹം, അതും അങ്ങനെ മാത്രം ഇതിനെ കണ്ടാ മതി എന്ന് പറഞ്ഞ് അങ്ങനെ സിദ്ധു ചമ്മി സംസാരിക്കാം. അപ്പൊ ഞാൻ തന്നോട് അങ്ങനെയൊന്നും പറയരുതായിരുന്നു, ഞാൻ പറഞ്ഞത് തെറ്റായിപ്പോയി, ഞാൻ എന്നോട് ക്ഷമിക്കണം. എല്ലാ ആഗ്രഹങ്ങളും നടന്നതിന് ശേഷം ഒരു മനുഷ്യനും മരിച്ചിട്ടില്ലെന്ന് സിദ്ധു അന്നേരം പറയുക. അതുപോലെ എൻ്റെയും തീരാത്തൊരാഗ്രഹമായിട്ട് ഇങ്ങനെ നിൽക്കും. അപ്പോ സിദ്ധാർത്ഥ് അത് താൻ ഉദ്ദേശിക്കുന്ന എനിക്ക് മനസ്സിലായി. ഞാൻ എപ്പോഴും ഇവിടുന്ന് ഇറങ്ങുന്നതെന്ന്, ഒന്നിറങ്ങി പോകുമോ എന്നുള്ളൊരു താക്കീതും കൂടെ അതിലുണ്ടല്ലേ. താൻ പേടിക്കൊന്നും വേണ്ട, ഞാൻ പൊയ്ക്കോളാം. പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ ഇവിടുന്ന് പോകും. ഇവിടെ അങ്ങനെ സ്ഥിരതാമസമൊന്നും ചെയ്യില്ല. പിന്നെ യൂസിലേക്ക് തിരിച്ചു പോവുകയും ചെയ്യും. താൻ അതൊന്നും ഓർത്ത് ടെൻഷൻ ആവണ്ട കേട്ടോ. തൻ്റെ കൂടെ ജീവിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ ഇവിടെ ഒരിക്കലും താമസിക്കില്ല എന്നും സിദ്ധു പറയണം. പിന്നെ ഞാൻ ഈ ഇന്ത്യയെ പോലും ഉണ്ടാകില്ല. എന്താ സന്തോഷമായില്ലേ തനിക്കെന്ന് ചോദിക്കും. നല്ല തീരുമാനമാണ് സിദ്ധാർത്ഥ് എടുത്തതെന്ന് പറഞ്ഞു. അപ്പോൾ സിദ്ധാർത്ഥ് യു എസിലേക്ക് പോകുന്നത് തന്നെയാണ് നല്ലതെന്ന് സുമിത്ര അന്നേരം പറഞ്ഞു. അപ്പൊ സുമിത്രയുടെ ആ മറുപടിക്ക് ശേഷം നാട് വിടാൻ തന്നെ നമ്മുടെ സിദ്ധു തീരുമാനിച്ചു. എന്നാൽ ഇത് അമ്മയോടും മക്കളോടും ഒക്കെ പറഞ്ഞേക്കാനും സുമിത്ര പറയാം. അമ്മയ്ക്ക് നമ്മളെക്കുറിച്ച് ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്, അതങ്ങ് മാറ്റിയേക്കാനും സുമിത്ര പറഞ്ഞു. സിദ്ധു അതെല്ലാം തലയാട്ടി കേൾക്കുവാണ്. അങ്ങനെ അതും പറഞ്ഞ് നമ്മുടെ സുമിത്ര അകത്തേക്ക് പോയി. സിദ്ധു ഇങ്ങനെ തകർന്നടിഞ്ഞ മനസ്സുമായി, എന്താ പറയുന്നത്, വിറങ്ങലിച്ച മനസ്സുമായിട്ടൊക്കെ ഇരിക്കുക എന്നൊക്കെ പറയില്ലേ, അതുപോലെ സിദ്ധു ഇങ്ങനെ തൂണെ ചാരി അങ്ങനെ ഇരിക്കുന്നു. അങ്ങനെ സിദ്ധുവിന്റെ ജീവിതത്തിൽ സുമിത്രയെ ഒരിക്കലും കിട്ടില്ലെന്നുള്ള കാര്യം സിദ്ധു തിരിച്ചറിഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്ന അനന്യയാണെന്നുണ്ടെങ്കിൽ അവിടെ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നു. എന്നിട്ട് പഴയ കാര്യങ്ങൾ ഇരുന്നിങ്ങനെ ആലോചിക്കുക, സ്വരമോളുമായിട്ട് കളിച്ചതും ഒക്കെ. സ്വരമോളുടെ പാവക്കുട്ടിയൊക്കെ എടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് അപ്പൊ വിശ്വൻ അങ്ങോട്ടേക്ക് വന്നു. കുഞ്ഞിന്റെ പാവയും പിടിച്ച് മകള് കരയുന്നതും കണ്ടാണ് വിശ്വൻ വരുന്നത്. എന്താ മോളെ ഇതെന്ന് ചോദിച്ച് അച്ഛനകത്തേക്ക് വന്നു. അച്ഛൻ അങ്ങനെ അകത്തേക്ക് വന്നപ്പോഴും കരഞ്ഞുകൊണ്ട് തന്നെ നിൽക്കുക അനന്യയ്ക്കാണെങ്കിൽ ആകെ സങ്കടമായിട്ടിരിക്കുകയാണെന്ന് അച്ഛനും മനസ്സിലായി. മോളെ എനിക്ക് ഇനിയും നിന്റെ ഈ വിഷമം കാണാൻ വയ്യ എന്ന് വിശ്വൻ അന്നേരം പറഞ്ഞു. എനിക്ക് ഇങ്ങനെ സങ്കടപ്പെടാനല്ലാതെ മറ്റെന്തിനാ കഴിയുക അച്ഛാന്ന് അനന്യ ചോദിച്ചു. അത് അന്നേരം എല്ലാം എൻ്റെ കൈവിട്ട് പോയില്ലേ, ഇതാ എൻ്റെ വിധി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനന്യ ഭയങ്കര കരച്ചില്. അത് ഞാൻ അനുഭവിച്ചേ മതിയാകൂ എന്നൊക്കെ പറഞ്ഞു കരയണം. സ്വരയേം വിളിച്ചുകൊണ്ട് അനിരുദ്ധ ഇവിടെ നിന്ന് പോയി. അത്രേ ഉള്ളൂ മോളെ, അല്ലാതെ ഒരിക്കലും നിന്നോടുള്ള ദേഷ്യവും വെറുപ്പും ഒക്കെ നീ വിചാരിച്ചാലും മാറ്റിയെടുക്കാവുന്നത് മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യം അച്ഛൻ മകൾക്ക് പറഞ്ഞു കൊടുക്കുന്നു. അത് കേട്ട് മകൾ ഇങ്ങനെ നിൽക്കുന്നിടത്ത് ഇന്നത്തെ നമ്മുടെ കഥയോ അവസാനിച്ചു. അപ്പൊ എല്ലാവരും കാത്തിരുന്ന് കാണുമല്ലോ അല്ലേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി.